നമസ്കാരം. വിവാഹത്തിന് നിർബന്ധിച്ചതിന് പിന്നാലെ ലിവ് ഇൻ പങ്കാളിയെ യുവാവ് കാറിടിപ്പിച്ചു കൊന്നു. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായി ജോലി ചെയ്യുന്ന ഗീത ശർമ്മയാണ് കൊല്ലപ്പെട്ടത്. യുവതിയെ വഴിയിൽ വെച്ച് വാഹനത്തിൽ നിന്നും പുറത്തിറക്കിയ ശേഷം ദേഹത്തുകൂടി കാർ കയറ്റിയിറക്കുകയായിരുന്നു. മൃതദേഹം കണ്ട പ്രദേശവാസികൾ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. യുവതി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. തലയിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മാരകമായ പരിക്കുകളുണ്ടായിരുന്നു. യുവതിയുടെ സഹോദരന് തോന്നിയ സംശയമാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത്. ഗീതയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഗീതയുടെ പങ്കാളി ഗിരിജ ശങ്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറയുന്നു. റായ്ബറേലി സ്വദേശിയായ ഗീത ഏറെ നാളായി PGIയിൽ ഗിരിജ ശങ്കർ എന്നയാൾക്കൊപ്പമായിരുന്നു താമസം. വിവാഹിതനായ ഗിരിജ ശങ്കർ കുടുംബത്തെ അറിയിക്കാതെയാണ് ഗീതയ്ക്കൊപ്പം താമസിച്ചിരുന്നത്. ഇരുവരും തമ്മിൽ കുറച്ചു കാലങ്ങളായി കടുത്ത അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ഗീത സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. കൂടാതെ ഗീതയുടെ പേരിൽ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പോളിസിയുണ്ട്. അതിൽ അവകാശിയായി ഗിരിജ ശങ്കറിന്റെ പേരാണ് ഗീത നൽകിയിരുന്നത്. ഈ തുക തട്ടിയെടുക്കാൻ ഗിരിജ ശങ്കർ ഗീതയെ കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് കൊല നടത്തിയത്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഗീതയെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് സ്നേഹം നടിച്ച് പ്രതി കാറിൽ കൊണ്ടുപോവുകയായിരുന്നു. PGI പ്രദേശത്ത് വെച്ച് കാറിന്റെ പിറകിൽ നിന്ന് എന്തോ ശബ്ദം വരുന്നുവെന്നും ഇറങ്ങി നോക്കാമോ എന്നും അയാൾ ആവശ്യപ്പെട്ടു. കാറിന്റെ പിറകുവശത്തെത്തിയതോടെ ഗീതയെ കാർ ഇടിപ്പിച്ച് വീഴ്ത്തുകയായിരുന്നു. മരണം ഉറപ്പിക്കാൻ 2 തവണ കൂടി കാർ കയറ്റിയിറക്കി. ഗീതയ്ക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞാണ് ഗിരിജ ശങ്കർ ഗീതയുടെ സഹോദരനെ വിളിക്കുന്നത്. സംശയം തോന്നിയ സഹോദരൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വിശദമായ പരിശോധനയിൽ ഗിരിജ ശങ്കറിന്റെ കാറിന്റെ ടയറിൽ രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്നതായി പോലീസ് കണ്ടെത്തി. തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്.